സിനിമാ കഥകളെ വെല്ലുന്ന രാഷ്ട്രീയമാണ് മഹാരാഷ്ട്രയിൽ അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖപടം എഴുതുന്നത് മുംബൈ നഗരത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ ആ പ്രഖ്യാപനം കൂടി നടത്തുന്നു. ശിവസേന, കോൺഗ്രസ്, NCP ഇവർ തമ്മിലുള്ള സഖ്യം ഊഷ്മളമാക്കിക്കൊണ്ട് സീറ്റ് വീതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ബോളിവുഡ് ചിത്രങ്ങളുടെ ഈറ്റില്ലമാണ് മുംബൈ നഗരഹൃദയം. മുംബൈയുടെ ശക്തമായിട്ടുള്ള ഒരു സ്പർശം എന്തുകൊണ്ടും ഇന്ത്യയുടെ എക്കണോമിക് ക്യാപിറ്റൽ എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ മതിയായ കാരണങ്ങൾ പലതുമുണ്ട്. മുംബൈയെക്കുറിച്ച് കുറ്റപ്പെടുത്തി മുംബൈ നഗരത്തിൽ വന്ന് എല്ലാ പ്രശസ്തിയും നേടിയ കങ്കണ റണൌത്ത് മുതൽ നിരവധിയായ BJP നേതാക്കൾ ശിവസേനയുടെ ശക്തമായിട്ടുള്ള നടപടികളെ നേരിട്ടവർ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കങ്കണ റണൌത്തിൻ്റെ പാലി ഹിൽസിലുള്ള ബംഗ്ലാവിൽ ശിവസേന ഭരണമുള്ള ബൃഹൻ മുംബൈ കോർപ്പറേഷൻ അതിനെതിരെ അനധികൃതമായി കെട്ടിട നിർമ്മാണത്തിന് ഉൾപ്പെടെ നോട്ടീസ് അയച്ചുകൊണ്ട് അത് ഇടിച്ചു തകർത്ത സംഭവങ്ങൾ ഒക്കെ വ്യക്തമാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ഉദ്ധവ് താക്കറെയുടെ അടുത്ത നീക്കം എന്നത് കൃത്യമായും BJP നേതൃത്വത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ടിക് ഫോർ ടാക്ക്, ചുട്ട മറുപടി, തിരിച്ചടി അതേ നാണയത്തിൽ. ഇത്തരത്തിലാണ് ഉദ്ധവിൻ്റെ കളി. വളരെ സമാധാനത്തോടെ ആലോചിച്ചെടുത്തതിന് ശേഷമാണ് തീരുമാനങ്ങൾ എല്ലാം നടപ്പിലാക്കാൻ ഉദ്ധവ് ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായി തന്നെ BJPയിൽ ഒരു പിളർപ്പുണ്ടാകും എന്ന ഒരു സൂചന താക്കറെ മാത്രമല്ല സഞ്ജയ് റാവത്തും നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 9 സീറ്റുകളിലേക്ക് ചുരുങ്ങിയ BJPയുടെ ഇപ്പോഴത്തെ സാഹചര്യം അതീവ മോശമാണ്. മഹാരാഷ്ട്രയിൽ BJPക്ക് 50 സീറ്റ് പോലും തികച്ചു കിട്ടില്ല എന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞത് വെറുതെയല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർ മത്സരിക്കാൻ പോലും മാനസികമായി തയ്യാറല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു: നിയമസഭയിൽ ഞങ്ങൾ മഹാവികാസ് അഘാടി സഖ്യം ലക്ഷ്യമിടുന്നത് മുഴുവൻ സീറ്റുകളുമാണ്. ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കാതെ കൃത്യമായും BJPയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥ ശിവസേന എന്നത് ഞങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനുള്ള താക്കറെയുടെ നീക്കം. യഥാർത്ഥ NCP ആരാണ് എന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്തിയതുപോലെ യഥാർത്ഥ ശിവസേനയും ഞങ്ങൾ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും മികച്ച അവസരമായി ഇതിനെ കണക്കാക്കാം. ഷിൻഡെ വിഭാഗം കഴിഞ്ഞ ലോക്സഭയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതാണ് BJPക്ക് ഏക ആശ്വാസം. അവർ മത്സരിച്ചപ്പോൾ 7 ലോക്സഭാ സീറ്റുകളിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. ഉദ്ധവ് താക്കറെ ആകട്ടെ 9 ലോക്സഭാ സീറ്റുകളിൽ താക്കറെ വിഭാഗം ജയിക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും ശക്തിദുർഗമായിട്ടുള്ള ഷിൻഡെ വിഭാഗത്തെ, അതായത് NDAയിലെ തന്നെ ഏറ്റവും ശക്തിദുർഗമായ ഷിൻഡെ വിഭാഗത്തെ തകർത്താൽ പിന്നെ NDAയ്ക്ക് വേരോട്ടം ഉണ്ടാകില്ല എന്ന് ഉറപ്പായും ഉദ്ധവ് താക്കറേക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും മർമ്മത്ത് തന്നെ കുത്തുന്ന നീക്കവുമായി ഇറങ്ങിയിരിക്കുന്നത്. BJP നേതൃത്വത്തിൽ പടലപ്പിണക്കമുണ്ട്, അവിടെ സ്പ്ലിറ്റ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ BJP ചിന്നിച്ചെതറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് മറാത്ത രാഷ്ട്രീയം മാറ്റപ്പെടും. ഷിൻഡെ വിഭാഗത്തിന് മറ്റ് വഴികളില്ലാതെ അവരുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയും രാഷ്ട്രീയ ഭാവി അത് അസ്തമിക്കും എന്നും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കുകയാണ്.